प्यारे छात्रों नमस्कार। आज 7वीं कक्षा का दूसरी इकाई है। इस इकाई का लक्ष्य परिश्रम का महत्व छात्रों को समझाना है। इस इकाई का लक्ष्य यह है कि परिश्रम का महत्व छात्रों को समझाना है। 7ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റ് അതിൻ്റെ ഉദ്ദേശം എന്താണ്? പരിശ്രമം അല്ലേ, അധ്വാനത്തിൻ്റെ മഹത്വം വിദ്യാർത്ഥികളെ മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ്. इस इकाई में केवल 2 पाठ हैं. पहला पाठ है अनमोल खजाना नामक एक कहानी है. कहानी का नाम क्या है? अनमोल खजाना. परिश्रम से ही जीवन में विजय मिलेगा, यह एक सत्य है. परिश्रम के द्वारा ही जीवन में विजय मिलेगा അല്ലേ. പരിശ്രമിച്ചാൽ മാത്രമേ, കഠിനാധ്വാനം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം ലഭിക്കുകയുള്ളൂ. അതെന്താണ്? ഒരു ശാശ്വത സത്യമാണ്. इस सच्चाई को छात्रों को समझाना इस इकाई का या इस പാഠഭാഗ का ലക്ഷ്യ है അല്ലേ. അപ്പോൾ ഈ പാഠത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഈ ഒരു സത്യം വിദ്യാർത്ഥികളെ മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ്. ഏത് സത്യമാണ്? അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് വിജയമുണ്ടാവുകയുള്ളൂ. पुस्तक में देखो, अनमोल खजाना. तो इस इकाई के सबसे आगे एक चित्र है. ये किसका चित्र है? एक पेड़ का चित्र है. यह रुपये का पेड़ है. ഇതെന്താണ്? റുപ്പയുടെ അല്ലേ, പൈസയുടെ ഒരു മരമാണ് നമ്മളിവിടെ കാണുന്നത്. पेड़ में फल के समान रुपये डंगा देते हैं അല്ലേ. മരത്തിലെ പഴങ്ങൾ പോലെ, ഫലങ്ങൾ പോലെ എന്താണ് തൂക്കിയിട്ടിരിക്കുന്നത്? പൈസയാണ് അല്ലെ, നോട്ടുകൾ തൂക്കിയിട്ടിട്ടുണ്ട്. पेड़ के नीचे कुछ आदमी है. മരത്തിന് താഴെ എന്തുണ്ട്? കുറച്ച് ആളുകളുണ്ട്. एक आदमी एक अंकुश से रुपये को गिराने का कोशिश करता है അല്ലേ. ഇതിൽ ഒരാത്മി എന്ത് ചെയ്യുകയാണ്? एक अंकुश से ഒരു തോട്ടി കൊണ്ട് അല്ലേ, ഒരു തോട്ടി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുകയാണ്? റുപ്പയേക്കോ ഗിരാനേക്കാ കോശിഷ് കർത്താ ഹേ അല്ലേ, ഈ പൈസയെ താഴെ വീഴ്ത്താനായിട്ട് ശ്രമിക്കുകയാണ്. और कुछ आदमी टोकरी और थैली लेकर पेड़ के नीचे खड़े हैं. പിന്നെ എന്താ കാണുന്നത്? കുറച്ചാളുകളെ ടോക്കരി, കൊട്ടയും അതേപോലെ ഥൈലി, സഞ്ചിയും ഒക്കെ ആയിട്ട്, ബാഗൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മരത്തിന് താഴെ നിൽക്കുന്നുണ്ട്. और एक आदमी ये सब देखकर चुपचाप बैठा है. പിന്നെ എന്താണ്? ഒരു ആത്മി, ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതെ അവിടെ നിൽക്കുന്നുണ്ട്. ഇതാണ് ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത്. कहानी की ओर देखें. किसी गांव में विक्रम नामक एक युवक रहता था. एक दिन बैठे बैठे वो सोचने लगा, मैं कैसे ढेर सारा धन कमाऊं और आराम से रहूं. उसने इधर उधर जाकर अपने कई मित्रों से जल्दी धन कमाने का उपाय पूछा, लेकिन कोई ठोस उपाय नहीं मिला. किसी गांव में विक्रम नामक एक युवक रहता था. युवक का नाम क्या था? विक्रम. एक दिन बैठे बैठे वे सोचने लगा, मैं कैसे ढेर सारा धन कमाऊं और आराम से रहूं. एक दिन विक्रम ने बैठकर इस प्रकार सोचा അല്ലേ. ഒരു ദിവസം വിക്രമൻ ഇങ്ങനെ ഇരുന്നിട്ട് ചിന്തിക്കുകയാണ്. എന്താണ് ചിന്തിച്ചത്? മേ കേസെ ഡേർ സാരാ ധൻ കമാവും, ഞാൻ എങ്ങനെ വളരെയധികം പൈസ സമ്പാദിക്കും, ഔർ ആരാം സേ രഹും, എന്നിട്ട് വളരെ സുഖമായിട്ട് ജീവിക്കും എന്നാണ് വിക്രമൻ ചിന്തിച്ചത്.
उसने इधर उधर जाकर अपने कई मित्रों से जल्दी धन कमाने का उपाय पूछा। तो विक्रम ने क्या किया? इधर उधर जाकर अपने मित्रों से जल्दी धन कमाने का ഉപായ് പൂച്ച. ഉപായ് മാർഗ് അല്ലേ? എങ്ങനെയാണ് പെട്ടെന്ന് പൈസ സമ്പാദിക്കുക എന്നുള്ള മാർഗത്തെപ്പറ്റി തൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചു. ലേക്കിൻ കൊയ് ഠോസ് ഉപായ് നഹി മില. എന്നാലേ അല്ലേ, ഠോസ് എന്താണ്? ക്ലിയർ അല്ലേ? ക്ലിയർ ആയിട്ടുള്ള ഒരു മറുപടി ആര് അടുത്തു നിന്നും വിക്രമന് ലഭിച്ചില്ല. किसी गांव में विक्रम नामक एक युवक रहता था. वो कैसा युवक था? एक आलसी युवक था. അവൻ എങ്ങനെയുള്ള യുവാവായിരുന്നു? ഒരു മടിയനായിരുന്നു. एक दिन उसने क्या सोचा? सारा धन कमाकर कैसे आराम से रहूं, इसके बारे में सोचा. विक्रम ने फिर क्या किया? अपने मित्रों के पास जाकर जल्दी धन कमाने का उपाय पूछा. അല്ലേ? വിക്രം പിന്നെ എന്താ ചെയ്തത്? തൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് പോയിട്ട് പെട്ടെന്ന് ധനം സമ്പാദിക്കാനുള്ള ഉപായത്തെക്കുറിച്ച് ചോദിച്ചു. सुबह का समय था. विक्रम खेतों से होकर जा रहा था. रास्ते में एक किसान से उसने जल्दी धन कमाने का उपाय पूछा. किसान ने विक्रम को बताया, गांव के उस पार एक सज्जन रहते हैं, उनका नाम है विश्वनाथ. शायद वे कोई आसान तरीका बता सकते हैं. सुबह का समय था. രാവിലെ ഏതായിരുന്നു ടൈം? സുബഹ്. സുബഹ് മോർണിംഗ് അല്ലേ? രാവിലെ ആയിരുന്നു. വിക്രം ഖേത്തോ സെ ഹോക്കർ ജാ രഹാ ഥാ. വിക്രമൻ എന്ത് ചെയ്യുകയായിരുന്നു? വയലിലൂടെ പോവുകയായിരുന്നു. रास्ते में एक किसान से उसने जल्दी धन कमाने का उपाय पूछा. विक्रम खेतों से चलते समय किसको देखा? एक किसान को देखा. ആരെയാണ് കണ്ടത്? ഒരു കൃഷിക്കാരനെ കണ്ടു. और किसान से जल्दी धन कमाने का उपाय पूछा. അങ്ങനെ കൃഷിക്കാരനോട് പെട്ടെന്ന് തന്നെ ധനം സമ്പാദിക്കാനുള്ള മാർഗം ചോദിച്ചു. किसान ने विक्रम को बताया, गांव के उस पार एक सज्जन रहते हैं, उनका नाम है विश्वनाथ. शायद वे कोई आसान तरीका बता सकते हैं. किसान ने क्या कहा? किसान എന്താണ് പറഞ്ഞത്? गांव के उस पार एक सज्जन रहते हैं. അല്ല, ഗ്രാമത്തിൻ്റെ അങ്ങേ അറ്റത്തെ ആര് താമസിക്കുന്നുണ്ട്? ഏക്ക് സജ്ജൻ അല്ലേ? സജ്ജൻ ഒരു നല്ല ആൾ താമസിക്കുന്നുണ്ട് അല്ലേ? ഒരു ഗുഡ് പേഴ്സൺ ആണ് അല്ലേ? ഒരു നല്ല വ്യക്തി താമസിക്കുന്നുണ്ട്. उनका नाम है विश्वनाथ. उनका नाम क्या है? विश्वनाथ. शायद वे कोई आसान तरीका बता सकते हैं. ഒരു പക്ഷേ, ഷായദ് പെർഹാപ്സ് അല്ലേ? ഒരു പക്ഷേ എന്താണ്? വേ കോയി ആസാൻ തരീക്ക. ആസാൻ എന്താണ്? ഈസി അല്ലേ? എളുപ്പമുള്ള. തരീക്ക എന്താണ്? വേ, മെത്തേഡ് അല്ലേ? എന്തെങ്കിലും ഒരു മാർഗം അദ്ദേഹം പറഞ്ഞു തരുമായിരിക്കുമെന്ന് വിശ്വനാഥ് ആര് പറഞ്ഞു? കിസാൻ പറഞ്ഞു. किसान ने विक्रम से क्या कहा? गांव के उस पार एक सज्जन रहते हैं, उसका नाम है विश्वनाथ. शायद उससे तुम्हें जल्दी धन कमाने का तरीका मिलेगा. അല്ലേ? ഒരു പക്ഷേ അദ്ദേഹത്തിൽ നിന്നും നിങ്ങൾക്ക് പെട്ടെന്ന് ധനം സമ്പാദിക്കാനുള്ള വിദ്യ ലഭിച്ചേക്കാം. विक्रम जल्दी जल्दी विश्वनाथ के घर की ओर चल पड़ा. उसके द्वार पर पहुंचकर विक्रम ने देखा कि द्वार खुला हुआ था और विश्वनाथ कमरे में बैठे थे. विक्रम ने उन्हें प्रणाम किया और उनके सामने बैठ गया. विक्रम जल्दी जल्दी विश्वनाथ के घर की ओर चल पड़ा. विक्रम പിന്നെ താമസിച്ചില്ല, പെട്ടെന്ന് തന്നെ ജൽദി ജൽദി അല്ലെ, ക്വിക്ലി പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? വിശ്വനാഥ് കെ ഘർ മേ പहुंचा. അല്ലെ, വിശ്വനാഥൻ്റെ വീട്ടിൽ എത്തി. उसके द्वार पर पहुंचकर विक्रम ने देखा कि द्वार खुला हुआ था. അല്ലെ, उसके द्वार എന്താണ്? ഡോർ അല്ലെ, വീടിൻ്റെ വാതിൽക്കലെത്തിയപ്പോഴേ അദ്ദേഹത്തിന് മനസ്സിലായി എന്താണ്? ദ്വാർ ഖുലാ ഹുവാ ഥാ. വീടിൻ്റെ ഡോർ എന്താണ്? തുറന്നിട്ടിരിക്കുകയാണ്, ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. और വിശ്വനാഥ് കമറേ മേ ബൈഠേ ഥേ. അല്ലെ, വിശ്വനാഥ് എവിടെ ഉണ്ടായിരുന്നു? റൂമിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. കമര റൂം, മുറിയിലെ റൂമിൽ ഇരിക്കുന്നുണ്ടായിരുന്നു.
विक्रम ने उन्हें प्रणाम किया और उनके सामने बैठ गया. विक्रम ने क्या किया? उनको प्रणाम किया. ले അദ്ദേഹത്തെ വന്ദിച്ചു, നമസ്കരിച്ചു. इसके बाद उसके पास आकर बैठ गया. പിന്നീട് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഇരുന്നു. आगे देखिए. जैसे ही विश्वनाथ ने आंखें खोली, विक्रम ने अपने मन की बात कही. और जब विश्वनाथ ने आंखें खोली, എപ്പോഴാണ് വിശ്വനാഥൻ കണ്ണ് തുറന്നത്? തബ് വിക്രം ने अपने मन की बात कही. അല്ലേ, അപ്പോഴെന്ത് ചെയ്തു? വിശ്വനാഥൻ തൻ്റെ മനസ്സിലുള്ള കാര്യം പറഞ്ഞു. അല്ലേ, ജൽദി ധൻ കമാനെ കാ ഉപായ് ക്യാ ഹേ ഇസ്കെ ബാരെ മേ പുച്ഛ. അല്ലേ, പെട്ടെന്ന് തന്നെ ധനം സമ്പാദിക്കാനുള്ള ഉപായം എന്താണെന്ന് ചോദിച്ചു. मैं बहुत गरीब हूँ, आप मुझे जल्दी धन कमाने का कोई उपाय बताइए. അല്ലേ, എന്താണ് വിക്രം ചോദിച്ചത്? मैं बहुत गरीब हूँ. गरीब पुअर. അല്ലേ, ഞാൻ വളരെ ദരിദ്രനാണ്. आप मुझे जल्दी धन कमाने का कोई उपाय बताइए. അതുകൊണ്ട് താങ്കൾ എനിക്ക് പെട്ടെന്ന് തന്നെ പൈസ സമ്പാദിക്കാനുള്ള ഒരു മാർഗം പറഞ്ഞു തരണം. तुम वसंत नगर जाओ, वहाँ एक आदमी 20,000 रुपये में मनुष्य की आंखें खरीदता है. तुम अपनी आंखें बेच दो. विक्रम को आश्चर्य हुआ. വിശ്വനാഥിനെ ക്യാ ബത്തായ? വിശ്വനാഥ് എന്താണ് പറഞ്ഞത്? തും വസന്ത് നഗർ ജാവോ ഐസാ ഹോനെ തോ. അല്ലേ, അങ്ങനെയാണെങ്കിൽ തും ജൽദി വസന്ത് നഗർ ജാവോ. നീ പെട്ടെന്ന് തന്നെ എവിടത്തേക്ക് പോയിക്കോളൂ? വസന്ത് നഗറിലേക്ക് പോയിക്കോളൂ. വഹാം ഏക് ആദ്മി 20,000 रुपये में मनुष्य की आंखें खरीदता है. അവിടെ എന്താണ്? ഒരു മനുഷ്യൻ 20,000 रुपये. 20,000 എത്രയാണ്? 20,000. അല്ലേ, 20,000 രൂപയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യക്ക് ആംഖേം ഖരീദത്താ ഹേ, മനുഷ്യൻ്റെ കണ്ണുകൾ വാങ്ങുന്നുണ്ട്. തും അപ്നി ആംഖേ ബേച്ച് ദോ. നിനക്ക് എന്ത് ചെയ്യാം? നിൻ്റെ കണ്ണുകൾ വിൽക്കാം. വിക്രം കോ ആശ്ചര്യ ഹുവാ. അല്ലേ, ये सुनकर വിക്രം കോ बहुत बड़ा ആശ്ചര്യ ഹുവാ. ഇത് കേട്ടിട്ട് വിക്രമന് വലിയ ആശ്ചര്യം തോന്നി. വിശ്വനാഥനെ ക്യാ ഉപദേശ് ദിയ. വിശ്വനാഥൻ എന്ത് ഉപദേശമാണ് വിക്രമിന് കൊടുത്തത്? ജൽദി വസന്ത് നഗർ മേ ജാओ, വഹാം ഏക് ആദ്മി ഹേ, वो 20,000 रुपये पर मनुष्य के आंखें खरीदता है. यह सुनकर विश्वनाथ को बहुत बड़ा आश्चर्य हुआ. अपनी आंखें बेच दूं, फिर मैं देखूंगा कैसे? ആംഖേ ബേച്ച്നെ പർ മേ കേസേ ദേഖൂങ്ക. വിശ്വനാഥൻ ചോദിച്ചു, എൻ്റെ കണ്ണുകളെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ കാണും? അല്ലേ, അപ്പനി ആംഖേ ബേച്ച് ദോ. ഞാൻ എൻ്റെ കണ്ണുകളെ വിൽക്കാനോ? ഫിർ മേ കേസേ ദേഖൂങ്ക. പിന്നെ ഞാൻ എങ്ങനെ കാണും? ठीक है, तो 15,000 में अपने दोनों पैर बेच दो. ये सुनकर विश्वनाथ ने इस प्रकार कहा. അല്ല, ഇത് കേട്ടിട്ട് വിശ്വനാഥൻ ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ठीक है, ശരിയാണ്. तो 15,000 में अपने दोनों पैर बेच दो. അങ്ങനെയാണെങ്കിൽ 15,000 രൂപയാണ് 15,000. അല്ലേ, 15,000 രൂപയ്ക്ക് നിൻ്റെ 2 കാലുകൾ എന്താണ്? വിറ്റുകൊള്ളൂ. ക്യാ पैर बेच दूँ तो चलूँगा कैसे? विक्रम हैरान हुआ. पैर बेचने पर मैं कैसे चलूँगा? അല്ലെ, കാല് വിറ്റ് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ നടക്കും? വിശ്വനാഥ് വിക്രം വീണ്ടും എന്താണ്? ഹൈരാൻ ഹുവ. ഹൈരാൻ ആശ്ചര്യപ്പെട്ടു. വണ്ടർ, ഹൈരാൻ വണ്ടർ, അല്ലെ, ആശ്ചര്യം. तो 25,000 में अपने दोनों हाथ बेच दो. इसके बाद विश्वनाथ ने क्या कहा? എന്താ പറഞ്ഞത്? तो 25,000 में अपने दोनों हाथ बेच दो. ऐसा तो. അങ്ങനെയാണെങ്കിൽ എന്താണ്? 25,000 में 25,000 എത്രയാണ്? 25,000. അപ്പോൾ 25,000 രൂപയ്ക്ക് നീ നിൻ്റെ 2 കൈകളും വിറ്റുകൊള്ളൂ എന്ന് പറഞ്ഞു. अपने हाथों के बिना मैं काम कैसे करूँगा? विश्वनाथ ने पूछा. हाथ बेचने पर मैं कैसे काम करूँगा? കൈ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ജോലി ചെയ്യും? तो तुम अपना पूरा शरीर ही बेच दो, तुम्हें 1 लाख रुपया मिलेगा.
ये सुनकर विश्वनाथ ने आगे इस प्रकार बताया അല്ലേ. ഇത് കേട്ടിട്ട് വിശ്വനാഥ് പിന്നെ ഇങ്ങനെ പറഞ്ഞു. എന്താണ് പറയുന്നത്? തോ തും അപ്നാ സാരാ ശരീർ ബേച്ച് ദോ അല്ലേ. അങ്ങനെയാണെങ്കിൽ നീ നിൻ്റെ മുഴുവൻ ശരീരവും അല്ലേ, പൂരാ ശരീർ മുഴുവൻ ശരീരം എന്താണോ എന്ത് ചെയ്യുക? വിൽക്കുക. തുമേ 1 लाख रुपया मिलेगा. ऐसा होने पर तुम्हें 1 लाख रुपया मिलेगा. അങ്ങനെയാണെങ്കിൽ നിനക്ക് എത്ര പൈസ കിട്ടും? 1 लाख അല്ലേ, 1 ലക്ഷം രൂപ നിനക്ക് കിട്ടും. विश्वनाथ की बातें सुनकर विक्रम ने क्रोध और दुख के साथ कहा, नहीं नहीं, 1 करोड़ रुपए मिलने पर भी मैं ऐसा नहीं करूँगा. विश्वनाथ की बातें सुनकर विक्रम को ക്രോധ് और ദുഃഖ ഹുവ അല്ലേ. വിശ്വനാഥൻ്റെ വാക്കുകൾ കേട്ടിട്ട് വിക്രമന് ക്രോധം ഉണ്ടായി, ദേഷ്യമുണ്ടായി, അതോടൊപ്പം തന്നെ എന്തുണ്ടായി? ദുഃഖവും ഉണ്ടായി. ഉസ്നെ ഇസ് പ്രകാർ കഹ, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? നഹി നഹി, ഇല്ല ഇല്ല, 1 करोड़ रुपये मिलने पर भी मैं ऐसा नहीं करूँगा അല്ലേ. 1 ലക്ഷം രൂപ കിട്ടിയാൽ പോലും 1 കരോട്, കരോട് എന്താണ്? ക്രോർ അല്ലേ. അതായത് 1 കോടി രൂപ കിട്ടിയാൽ പോലും ഞാൻ എന്ത് ചെയ്യില്ല? ऐसा नहीं करूँगा, അങ്ങനെ ചെയ്യില്ല. विश्वनाथ ने मुस्कुराकर समझाया, अरे भाई, अपने शरीर को इतना मूल्यवान समझते तो तुम गरीब कैसे हो? जाओ, तुम्हारा शरीर ही एक अनमोल खजाना है, इसका उपयोग करो. विक्रम की आंखें खुल गई. विश्वनाथ ने मुस्कुराकर समझाया അല്ലേ. വിശ്വനാഥൻ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. എന്താണ് പറഞ്ഞത്? അരേ ഭായി, അപ്നെ ശരീർ കോ ഇത്തന മൂല്യവാൻ സമജ്തേ തോ തും ഗരീബ് കൈസേ ഹോ അല്ലേ. തും അപ്നെ ശരീർ കോ ഇത്തന മൂല്യവാൻ സമജ്തേ തോ, നീ നിൻ്റെ ശരീരത്തെ ഇത്രയും മൂല്യമുള്ളതാക്കി കരുതുന്നുണ്ടെങ്കിലേ അല്ലേ, വിലപിടിപ്പുള്ളതാക്കി കരുതുന്നുണ്ടെങ്കിലേ, തും കേസേ ഗരീബ് ഹോ, നീ എങ്ങനെ ദരിദ്രനാകും? जाओ, तुम्हारा शरीर ही एक अनमोल खजाना है, इसका उपयोग करो. വിശ്വനാഥിനെ ഈ ഉപദേശ് ദിയ. എന്തുപദേശമാണ് കൊടുത്തത്? തുമാരാ ശരീർ ഹി ഏക് അൻമോൽ ഖജാന ഹേ, നിൻ്റെ ശരീരം തന്നെ എന്താണ്? ഏക് അൻമോൽ ഖജാന ഹേ, ഒരു അമൂല്യമായ ഖജനാവാണ്. ഇസ്കാ ഉപयोग करो, ശരീർ കാ ഉപयोग करो. വിക്രം കി ആംഖേ ഖുൽ ഗയി. അപ്പോഴാണ് വിക്രമിൻ്റെ കണ്ണ് തുറന്നത്. അപ്പം ഇത്രയാണ് ഈ ഒരു കഹാനി. അപ്പോൾ കഹാനി ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. ധന്യവാദം.